മൗല കോഗ്നിഷൻ്റെ അടുത്ത മലയാളം പ്രഭാഷണത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ഇംഗ്ലീഷിൽ ധാരാളം പ്രഭാഷണങ്ങൾ നടത്തി. അതിൽ കൂടുതലും ക്രിസ്തുമതവും ഇസ്ലാം മതത്തിലുള്ള ധാരാളം വ്യാജ സംഘടനകളെക്കുറിച്ചുമാണ്. വ്യാജ പ്രസ്ഥാനങ്ങൾ, പുത്തൻ പ്രസ്ഥാനങ്ങൾ, ആദർശ പ്രസ്ഥാനങ്ങൾ ഇവയെക്കുറിച്ചൊക്കെ ഖണ്ഡിച്ചുകൊണ്ട് മൗല കോഗ്നിഷൻ ഇംഗ്ലീഷിൽ ധാരാളം പ്രഭാഷണങ്ങൾ നടത്തി. അപ്പം ഇന്ന് ജൂലൈ 19 ശനിയാഴ്ച രാത്രി 11 മണിക്ക് ശേഷം UK സമയത്ത് മൗല കോഗ്നിഷൻ യേശു ക്രിസ്തു ദൈവമാണോ അതല്ലെങ്കിൽ ദൈവത്തിൻ്റെ ദാസനാണോ എന്നുള്ള വിഷയത്തിൽ ഒരു പ്രഭാഷണം നടത്താൻ ആഗ്രഹിക്കുകയാണ്. അപ്പം യേശു ദൈവദാസനാണോ, ദൈവത്തിൻ്റെ തന്നെ പ്രതിരൂപമാണോ, അവതാരമാണോ എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം. അപ്പോൾ ഇത് മൗല കോഗ്നിഷൻ നമ്മൾ ഹൃദയത്തിൽ നിന്ന് ഈ വിഷയങ്ങൾ സംസാരിക്കാം. പക്ഷേ ധാരാളം ആളുകൾക്ക് തെളിവുകളും അതേപോലെ റെഫറൻസുകളും ആവശ്യമുണ്ട്, ഉദ്ധരണികൾ പലതരം ബൈബിളിൽ നിന്നും ഇതര പുസ്തകങ്ങളിൽ നിന്നൊക്കെ. അപ്പം അത് നമ്മുടെ പ്രഭാഷണത്തിൻ്റെ, ആധ്യാത്മിക പ്രഭാഷണത്തിൻ്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തും. എന്നിരുന്നാലും ചില ഉദ്ധരണികൾ ബൈബിളിൽ നിന്നും ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ നിന്നും ചില ഉദ്ധരണികൾ നടത്താൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഖുർആനിൽ അള്ളാഹു പറയുന്നത്, വേദക്കാരെ നിങ്ങൾ മതത്തിൽ അതിര് കവിയരുത്, അള്ളാഹുവിൻ്റെ പേരിൽ വാസ്തവമല്ലാതെ നിങ്ങൾ പറയുകയും ചെയ്യരുത്. മറിയമിൻ്റെ മകനായ മസീഹ് ഈസ അള്ളാഹുവിൻ്റെ ദൂതനും മറിയമിലേക്ക് അവൻ ഇട്ടുകൊടുത്ത അവൻ്റെ വചനവും അവങ്കിൽ നിന്നുള്ള ആത്മാവ് മാത്രമാകുന്നു. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിലും അവൻ്റെ ദൂതന്മാരിലും വിശ്വസിക്കുക. ത്രിത്വം എന്ന വാക്ക് നിങ്ങൾ പറയരുത്. നിങ്ങളുടെ നന്മക്കായി നിങ്ങൾ ഇതിൽ നിന്ന് വിരമിക്കുക. അള്ളാഹു ഏക ആരാധ്യൻ മാത്രമാകുന്നു. തനിക്കൊരു സന്താനം ഉണ്ടായിരിക്കുക എന്നതിൽ നിന്ന് അവൻ എത്രയോ പരിശുദ്ധനത്ര. ആകാശങ്ങളിലും ഭൂമിയിലുള്ളതെല്ലാം അവൻ്റേതാവുന്നു. കൈകാര്യകർത്താവായ അള്ളാഹു തന്നെ മതി. അപ്പോൾ ദൈവത്തിന്, അതായത് പിതാവായ ഏകദൈവം, യോഹന്നാൻ്റെ സുവിശേഷം 17 അധ്യായം 3 വചനം, അതിൽ പറയുന്നത്, ഏകസത്യമായ ദൈവമായ നിന്നെ നീ അയച്ച മിശിഹായെയും അറിയുന്നതാണ് നിത്യജീവനിലേക്കുള്ള വഴി എന്നാണ് പറയുന്നത്. അപ്പം ഏകസത്യദൈവമായ ദൈവമാണ് മിശിഹായുടെ ദൈവം, മിശിഹായെ അയച്ച ദൈവം. മൗല കോഗ്നിഷനെ സംസാരിക്കുന്നത് വളരെ ആധ്യാത്മികമായിട്ടാണ്. അതുകൊണ്ട് സ്ക്രീനിലേക്ക് എപ്പോഴും നോക്കുന്നില്ല. നിങ്ങൾക്ക് വേണ്ടി സ്ക്രീൻ ഓൺ ചെയ്ത് വെച്ച് പറയുന്നത്. അപ്പോൾ സ്ക്രീൻ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫായി പോകുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കാം. അപ്പം ഈ കാര്യം ഇതാണ് ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ വചനമാണെന്നാണ് ശരിക്കും പറഞ്ഞിരിക്കുന്നത്. അവൻ ഇട്ടുകൊടുത്ത വചനമൊന്നുമില്ല, അതൊക്കെ ചേർത്തതാണ്. ഇന്നമൽ മസീഹ് ഈസബിന് മറിയം റസൂലുള്ള വ കലിമത്തു, അവൻ്റെ വചനം എന്നാണ് പറഞ്ഞത്. അവൻ ഇട്ടുകൊടുത്ത വചനം എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. അൽക്കാഹ ഇല്ല മറിയം, മറിയമിലേക്ക് ഇട്ടുകൊടുത്ത വചനം എന്ന് അതിൽ പറയുന്നത്. പക്ഷേ മറിയമിലേക്ക് ഇട്ടുകൊടുത്ത വചനം മറിയമ്മിന് ജിബ്രീൽ കൊടുത്ത സന്തോഷ വാർത്തയാണ് മറിയമിലേക്ക് ഇട്ടുകൊടുത്ത വചനം. അപ്പം മറിയമിൽ അവതരിച്ചതാണ് ഈസ. കാരണം ഹദീസിൽ പറഞ്ഞിരിക്കുന്നത് ഈസ റൂഹുള്ളയാണ്, കലിമത്തുള്ളയാണ്, അള്ളാഹുവിൻ്റെ വചനമാണ്, അള്ളാഹുവിൻ്റെ ആത്മാവാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഹദീസുകളിൽ. അത് നമ്മൾ നേരത്തെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ ആ ഹദീസ് നമുക്കൊന്നുകൂടി ഇവിടെ ചേർക്കാം. അപ്പോൾ ഇതാണ് ആ ഹദീത്ത്. മിസ്കാത്ത് മസാബീഹ് എന്ന ഗ്രന്ഥത്തിൽ റവാഹു തിർമീദി വ ദാരിമി എന്ന് പറഞ്ഞു. തിർമീദിയും ദാരിമിയും ഉദ്ധരിച്ച ഈ ഹദീസ് മിസ്കാത്തുൽ മസാബിഹിൽ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വായിക്കാൻ പറ്റും ഇവിടെ. അതായത് ക്രിസ്തു, ജീസസ് അള്ളാഹുവിൻ്റെ വചനവുമാണ്, ആത്മാവുമാണെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അള്ളാഹുവിൻ്റെ വചനവും ആത്മാവും സൃഷ്ടിയല്ല, അത് അള്ളാഹുവിൻ്റെ തന്നെ സിഫത്ത്, അള്ളാഹുവിൻ്റെ തന്നെ സവിശേഷമായിട്ടുള്ള സവിശേഷതയാണ്. കാരണം അള്ളാഹുവിൻ്റെ ഒറിജിനൽ എസൻസ്, ദാത്ത്, അത് മനുഷ്യർക്കോ ഒരു സൃഷ്ടിക്കോ അത് സമീപിക്കാൻ പറ്റുന്നതല്ല. ഭഗവത്ഗീതയിൽ വരെ പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ ആധ്യാത്മികമായിട്ടുള്ള സ്ഥാനം തദ്ഭാസേ സൂര്യോ ശശാങ്കോന പാവക യദ്ഗത്വാന നിവർത്തന്തേ തത്ഥാമ പരമം മമ എന്ന് പറയുന്നുണ്ട്. അവൻ്റെ ഉത്കൃഷ്ടസ്ഥാനോ സൂര്യനോ ചന്ദ്രനോ അഗ്നിയോ ഒന്നും പ്രകാശിപ്പിക്കാൻ സാധിക്കുകയില്ല. മടക്കമില്ലാത്ത ആ സ്ഥാനത്തെത്തിയാൽ പിന്നെ ഉള്ളതൊക്കെ പറഞ്ഞിട്ട് അതിൽ പറയുന്നുണ്ട് ഭഗവത്ഗീതയുടെ. അതാണ് ദൈവത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ മക്കാം. ആ മക്കാമ റബ്ബിഹി,
വമൻ ഖാഫ മക്കാം റബ്ബിഹി എന്ന് ഖുർആനിൽ ആയത്തുണ്ട്. ആ അള്ളാഹുവിൻ്റെ മക്കാമിനെ ഭയപ്പെട്ട് കൊള്ളട്ടെ എന്നാണ്. അപ്പോൾ ആ മക്കാമാണ് അള്ളാഹുവിൻ്റെ ഏറ്റവും ഹയ്യസ്റ്റ് മക്കാം. അതേ സമയത്ത് ആ ഉയർന്ന മക്കാമിനെ ആർക്കും സമീപിക്കാൻ പറ്റില്ല, അള്ളാഹുവിൻ്റെ ആ സാന്നിധ്യത്തെ. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ വചനം, അള്ളാഹുവിൻ്റെ തന്നെ സിഫത്തായിട്ടുള്ള വചനത്തെയും ആത്മാവിനെയും അള്ളാഹു സൃഷ്ടിലോകങ്ങളിലേക്ക് അയക്കുന്നു. അങ്ങനെ അത് ക്രിസ്തുവിൽ ആ വചനം അവതരിക്കപ്പെട്ടു. അള്ളാഹുവിൻ്റെ ആത്മാവും വചനവും ക്രിസ്തുവിൽ അവതരിപ്പിക്കപ്പെട്ടു. അപ്പോൾ ക്രിസ്തുവിനെക്കുറിച്ച് ക്രിസ്ത്യാനികൾ പറയുന്നത് ക്രിസ്തു ഒരു വ്യക്തിയും രണ്ട് ഗുണങ്ങളുള്ള ആളാണ്, മനുഷ്യനുമാണ്, അതേ പൂർണ്ണ മനുഷ്യന് പൂർണ്ണ ദൈവമാണെന്നാണ് അവർ പറയുന്നത്. പക്ഷേ ക്രിസ്തു എന്ന വ്യക്തി പൂർണ്ണ മനുഷ്യൻ മാത്രമാണ്. ആ മനുഷ്യനിൽ ഇറങ്ങിയിട്ടുള്ള ദൈവിക ചൈതന്യമാണ് വചനവും ആത്മാവും. അത് ദൈവത്തിൻ്റെ, പിതാവായ ദൈവത്തിൻ്റെ സവിശേഷതയാണ്. അസ്മാ വസിഫാത്ത്, ദൈവത്തിൻ്റെ ആട്രിബ്യൂട്ട്, ഗുണമാണത്, ദൈവഗുണമാണ്. അത് ദൈവത്തിൻ്റെത് മാത്രമാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു വ്യക്തിയുടെ മേലിൽ പിശാച് ബാധ ഏറ്റാൽ, അല്ലെ പ്രേതബാധ ഏറ്റാൽ, ആ വ്യക്തി ചെയ്യുന്ന കാര്യങ്ങൾ ആ വ്യക്തിയോടല്ല ചേർക്കപ്പെടുക, ആ വ്യക്തിയിൽ കുടിയിരിക്കപ്പെട്ടിട്ടുള്ള പ്രേതമോ ഭൂതമോ അതിനോടാണ് ഉപമിക്കുക. അപ്പോൾ പ്രേതബാധയേറ്റ ഒരാളെ മന്ത്രവാദി, എക്സോസിസ്റ്റ്, മന്ത്രവാദി പ്രാർത്ഥനകൾ ചൊല്ലി അടിച്ചിറക്കുന്ന സമയത്ത് ആ വ്യക്തിയെ അല്ല അടിക്കുന്നത്, ആ വ്യക്തിയിലുള്ള ആ ബാധയാണ് അടിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം. അതേപോലെയാണ് ക്രിസ്തുവിൽ ദൈവത്തിൻ്റെ വചനവും ആത്മാവും ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ അതും ക്രിസ്തുവും രണ്ടും രണ്ടാണ്. ദൈവത്തിൻ്റെ വചനവും ആത്മാവും ഏകദൈവത്തിൻ്റെ സവിശേഷ സ്വഭാവ ഗുണങ്ങളാണ്. അസ്മാ വസിഫാത്ത് എന്ന് ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ പറയും. അപ്പം ആ അസ്മാ വസിഫാത്താണ് ക്രിസ്തുവിൽ ഇറങ്ങിയത്. അത് സഹീ ബുഹാരിയിൽ ആ ഹദീസ് ഉണ്ട് അതിനെക്കുറിച്ച്. ഇമാം നവവിയുടെ 40 ഹദീസുകളിൽ 38ാമത്തെ ഹദീസ് നബി പറയുന്നു, അള്ളാഹുവിൻ്റെ ഒരു സ്നേഹിതൻ, അവൻ അള്ളാഹുവിനോട് അടുത്താൽ അള്ളാഹു അവനെ എതിർക്കുന്നവരോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. ആരെങ്കിലും എൻ്റെ വലിയനെ എതിർത്താൽ ഞാൻ അവനോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഞാൻ എൻ്റെ വലിയിൽ ആയിത്തീർന്നാൽ വലിയുടെ കൈയും കണ്ണും കാതും ഞാനായിത്തീരും, ചെവികളും, കേൾക്കുന്ന ചെവികളും, കാണുന്ന കണ്ണും, നടക്കുന്ന കാലും, അടിക്കുന്ന കൈയും ഞാനായി മാറുന്ന ദൈവം പറയുന്നുണ്ട്. സഹീ ബുഹാരിയുള്ള ഹദീത്ത് ഖുദുസിയാണ്, അതായത് അള്ളാഹു പറയുന്നതായിട്ട് പറയുന്ന ഹദീസ്. ആ ഒരു സ്ഥാനമാണ് ഈസാ അലൈഹിസ്സലാം യേശു ക്രിസ്തുവിൻ്റെ യഥാർത്ഥമായ വശം. ക്രിസ്ത്യാനികൾ തന്നെ അതിൽ ധാരാളം വിഘടനം നടന്നിട്ടുണ്ട്. ക്രിസ്തു മതവിശ്വാസത്തിൽ തന്നെ ധാരാളം വിയോജിപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. ആര്യനിസം, നെസ്റ്റോറിയനിസം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിഭാഗങ്ങൾ, ബിഷപ്പുമാർ ക്രിസ്തു മതത്തിൽ നിന്ന് പല മാറ്റങ്ങളും വന്നിട്ടുണ്ട്, പല അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് ക്രിസ്തു ആരാണെന്നുള്ളതിനെക്കുറിച്ച്. ഇന്നും തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ് ക്രിസ്തീയ ലോകം. ജഹോവാസ് വിറ്റ്നസ്, യഹോവയുടെ സത്യസാക്ഷികൾ പറയുന്നത് ക്രിസ്തു മീഖായിൽ മാലാഖയുടെ അവതാരമെന്ന് പറയുന്നു. അപ്പം അങ്ങനെയൊക്കെയുള്ള വ്യത്യാസങ്ങൾ ഇന്നുണ്ട്. അപ്പം യോഹന്നാൻ്റെ സുവിശേഷം, അതിലേക്ക് വരാം നമുക്ക്. അപ്പം യോഹന്നാൻ 1-ാം അധ്യായത്തിൽ പറഞ്ഞ അതേ കാര്യമാണ് ഖുർആനിൽ പറഞ്ഞത്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. മീൻസ് ദൈവത്തിൻ്റെ അസ്മാ വിസിഫാത്ത്, സവിശേഷ ഗുണങ്ങളെയാണ് വചനം. അത് ഖുർആൻ്റെ പണ്ഡിതന്മാർ പറഞ്ഞതാണ്. ഖുർആൻ സൃഷ്ടിയല്ല. അതേസമയത്ത് ഖുർആൻ എന്ത് ചെയ്യുന്നുണ്ട്, പുസ്തകങ്ങൾ അച്ചടിച്ച് ഖുർആൻ ഇറങ്ങുന്നുണ്ട്, ആളുകൾ അത് മനഃപ്പാടമാക്കുന്നുണ്ട്. പക്ഷേ ഖുർആൻ അതിൻ്റെ ഒറിജിനൽ രൂപത്തിൽ, അതിൻ്റെ മൂലരൂപത്തിൽ അത് ദൈവത്തിൻ്റെ സംഭാഷണമാണ്, അത് സൃഷ്ടിയല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ യേശുവിൽ ഇറങ്ങിയിട്ടുള്ള വചനം, ആ വചനമാണ് യേശുവിൻ്റേതല്ലാന്ന് യേശു തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് പിതാവായ ദൈവത്തിൻ്റേതാണെന്ന് യേശു പറഞ്ഞ കാര്യങ്ങൾ. അപ്പോൾ യേശുവാണ് ആ വചനമെങ്കിൽ യേശു പറഞ്ഞ കാര്യങ്ങൾ വചനത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നതായിരിക്കണം, വചനം എന്ന ദൈവത്തിൻ്റെ ഗുണത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നതായിരിക്കണം. പക്ഷേ ക്രിസ്തു തന്നെ വചനത്തെ തന്നെയും വേർപെടുത്തിയിട്ടാണ് ഇപ്പോൾ സംസാരിച്ചത്. അപ്പം യോഹന്നാൻ്റെ സുവിശേഷം അതിൽ 14-ാം അധ്യായം നമുക്ക് കാണാൻ പറ്റും. അതിൽ 14-ാം അധ്യായം 11-ാം വചനം, ഞാൻ പിതാവിലും പിതാവ് എന്നിലും എന്ന് വിശ്വസിപ്പിക്കാൻ, അല്ലെങ്കിൽ പ്രവൃത്തി നിമിത്തം എന്നെ വിശ്വസിക്കാൻ. ഞാൻ നിങ്ങളോട് പറയുന്ന ഈ വചനം സ്വയമായിട്ടല്ല സംസാരിക്കുന്നത്, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തൻ്റെ പ്രവൃത്തി ചെയ്യുന്നു. അപ്പോൾ അതാണ് സഹീ ബുഹാരിയിൽ ഇമാം നബിയുടെ 40 ഹദീസുകളിൽ പറഞ്ഞ ഹദീസ്. ദൈവം തൻ്റെ നാവും കണ്ണും ചെവിയും
ഒക്കെ ദൈവമായി മാറുന്ന, ദൈവം ഏറ്റെടുക്കുന്ന അവസ്ഥ, അതാണ് ക്രിസ്തുവിടെ. അത് ഖുർആനിൽ 3-ാം അധ്യായം 26-ാം വചനം, അതിലും ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പം ഖുർആനിൽ നമുക്ക് ആ വചനം കാണാൻ പറ്റും. ആൽ ഇമ്രാൻ എന്ന് പറഞ്ഞത് ക്രിസ്തുവിനെ കുറിച്ചാണ്. അതിൻ്റെ ക്രിസ്തുവിൻ്റെ സിറുകൾ, രഹസ്യങ്ങൾ, ആത്മീയ രഹസ്യങ്ങളെക്കുറിച്ചാണ് അതിൽ പറയുന്നത്. ആധിപത്യത്തിൻ്റെ ഉടമസ്ഥനായ അള്ളാഹുവെ, നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ ആധിപത്യം നൽകുന്നു, നീ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് നീ ആധിപത്യം എടുത്തു നീക്കുകയും ചെയ്യുന്നു. നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ പ്രതാപം നൽകുന്നു, നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ നിന്ദ്യത വരുത്തുകയും ചെയ്യുന്നു. നിന്റെ കൈവശം അത്ര നന്മയുള്ളത്, നിശ്ചയമായും നീ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. അതുതന്നെയാണ് ക്രിസ്തു പറഞ്ഞത്, നിങ്ങളെന്തിനാണ് എന്നെ നല്ല ആളെന്ന് വിളിക്കുന്നത്, ദൈവമല്ലാതെ മറ്റൊരാളും നല്ലവനില്ല എന്ന് പറഞ്ഞു. അതേപോലെ ആകാശങ്ങളും ഭൂമിയിലുള്ള എല്ലാ അധികാരങ്ങളും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് ക്രിസ്തു പറഞ്ഞു. അതേ ക്രിസ്തു തന്നെ പറഞ്ഞു, ഈ അധികാരങ്ങളെല്ലാം ക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാരെ ക്രിസ്തു നൽകി. ദൈവത്തിൽ നിന്ന് എനിക്ക് ലഭിച്ച മഹത്വങ്ങളെല്ലാം ഞാൻ എൻ്റെ ശിഷ്യന്മാർക്ക് നൽകുന്നു എന്നാണ് ക്രിസ്തു പറഞ്ഞത്. അപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം നമ്മൾ പറഞ്ഞു, ക്രിസ്തു വഴിയും വെളിച്ചവും നിത്യജീവനും ഒക്കെ ആകുന്നു എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ക്രിസ്തു സുന്നി വിശ്വാസക്കാരനല്ല, സുന്നിയാക്കിയത് ഇസ്ലാമിയാക്കിയതല്ല. കാരണം ഇസ്ലാമിക വിശ്വാസം പ്രകാരം ഞാൻ വഴിയും വെളിച്ചവും സത്യവും എന്നൊരാൾ പറഞ്ഞ അവൻ ബോഷ്ക്ക് പറഞ്ഞവനാണ്, അവനെ വധിക്കണമെന്നാണ് ഇസ്ലാമിക ശരീഅത്ത്. അതുകൊണ്ടാണ് ഇസ്ലാമിൻ്റെ ആത്മീയ രഹസ്യങ്ങൾ, ദൈവത്തിൻ്റെ ആധ്യാത്മിക രഹസ്യങ്ങൾ മനസ്സിലാക്കാത്ത സുന്നി പണ്ഡിതന്മാർ അൽ ഹല്ലാജ് മൻസൂർ എന്ന സൂഫി വര്യനെ കൊന്നുകളഞ്ഞു. ഇപ്പോൾ ക്രിസ്തു വീണ്ടും പറയുന്നുണ്ടോ, 28-ാം അധ്യായം 14-ാം അധ്യായം യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം അതിൽ പറയുന്നുണ്ട്, ഞാൻ പോകും, നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരികയും ചെയ്യും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോയാൽ നിങ്ങൾ സന്തോഷിക്കുമായിരുന്നു. പിതാവ് എന്നേക്കാൾ വലിയവനല്ലയോ? പിതാവാണ് വലിയവൻ എന്നാണ് ക്രിസ്തു പറഞ്ഞത്. പക്ഷെ ക്രിസ്ത്യാനികൾ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 10-ാം അധ്യായം വളച്ചൊടിച്ചുകൊണ്ട് പറയും, യേശു പറഞ്ഞു പിതാവ് ഞാനും ഒന്നാകുന്നു എന്ന് പറഞ്ഞു. ഞാനും പിതാവും ഒന്നാകുന്നു എന്ന് 10-ാം അധ്യായം യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം വളച്ചൊടിച്ചുകൊണ്ട് ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ക്രിസ്ത്യൻ മിഷനറിമാർ പ്രചരിപ്പിക്കും. പക്ഷേ അത് തെറ്റാണ്. കാരണം അതിനു മുൻപ് യേശു പറഞ്ഞിട്ടുണ്ട്, പിതാവ് എന്നെ എല്ലാവരെക്കാണെയും വലിയവനെന്ന് പറഞ്ഞിട്ടുണ്ട്. പിതാവ് എല്ലാവരിലും വലിയവൻ എന്നുള്ള വചനം അവർ മറച്ചു വെക്കും. 10-ാം അധ്യായം 29-ാം വചനം. പിന്നെയാണ് പിതാവ് ഞാനും ഒന്നാകുന്നു എന്ന് പറഞ്ഞത്. അതിനുശേഷം യേശു ക്രിസ്തു വീണ്ടും പറഞ്ഞു, എന്ത്? ഏകസത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നതാണ് നിത്യജീവൻ. അപ്പം ഞാനും പിതാവും ഒന്നാണെന്നുള്ള വചനം വളച്ചൊടിക്കരുത്. അതാണ് ക്രിസ്ത്യൻ ലോകത്തിന് പറ്റിയത്. അപ്പം ഇതിൽ തന്നെ ക്രിസ്തു വീണ്ടും പറയുന്നുണ്ട്, നീ എന്നെ അയച്ചിരിക്കുന്നു, എല്ലാവരും ഒന്നാകേണ്ടത് പിതാവേ, ഞാൻ നിന്നിലും നീ എന്നിലും ആകുന്നവരെ അവരും നമ്മിലാകേണ്ടതിന് തന്നെ. ഞാനും പിതാവും ഒന്നാകുന്നു എന്ന് പറഞ്ഞത് അത് ഈ രൂപത്തിലാണ്. പിതാവെ നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നത് പോലെ അവരും നമ്മിലാകേണ്ടതിന് തന്നെ. അതായത് അനുയായികൾ, ശിഷ്യന്മാരും ഒന്നാണ്. പിതാവും പുത്രനും ശിഷ്യന്മാരും, അതായത് മിശിഹായും ശിഷ്യന്മാരും പിതാവായ ഏകസത്യദൈവമായ ദൈവവും ഒന്നാണെന്നുള്ളത് ആ ഒരു ജമാഅത്ത് അതിനെയാണ് സൂചിപ്പിക്കുന്നത്. ആ വിശ്വാസികളുടെ കൂട്ടായ്മ, അവർ ദൈവത്തിൽ ഫനായാണ്. ക്രിസ്തുവിൻ്റെ അധ്യാപനങ്ങൾ അത് സൂഫിസമാണ്, തസവുഫാണ്, ആധ്യാത്മികതയാണ്. വിശ്വാസികളുടെ കൂട്ടായ്മ, ദൈവത്തിലുള്ള അവരുടെ ലയനം, ഫനാഫില്ല എന്ന് പറയും. അതിനെക്കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ക്രിസ്തു വീണ്ടും പറഞ്ഞു എന്തെന്ന്, 22-ാം വചനം, നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു, ശിഷ്യന്മാർക്ക് കൊടുത്തിരിക്കുന്നു. യെശയ്യാവിടെ പുസ്തകം 42-ാം അധ്യായം 8-ാം വചനം, 48-ാം അധ്യായം 11-ാം വചനം. അതിൽ ദൈവം പറഞ്ഞത്, യഹോവ തൻ്റെ മഹത്വം ആർക്കും കൊടുക്കില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ യേശു യഹോവയല്ല, ദൈവമല്ല. പക്ഷേ യേശുവിന് ലഭിച്ചിട്ടുള്ള സ്ഥാനം പൗരോഹിത്യത്തിൻ്റെ സ്ഥാനമാണ്, മുഖ്യ പുരോഹിതനും അപ്പോസ്തലനുമായ സ്ഥാനം. അത് യേശു തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുക്കുകയും അവർക്കും ആ അധികാരം കൊടുത്തു. പത്രോസിനോട് പറഞ്ഞത്, ആകാശങ്ങളുടെ ഈ താക്കോൽ
കീസ് അത് ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. നീ ഈ ലോകത്ത് നിങ്ങൾ എന്ത് കൂട്ടിച്ചേർത്താലും അത് സ്വർഗ്ഗലോകത്ത് കൂട്ടിച്ചേർക്കപ്പെടുകയും നിങ്ങൾ ഈ ലോകത്ത് എന്തഴിച്ചാലും അത് സ്വർഗ്ഗലോകത്ത് അയക്കപ്പെടുകയും ചെയ്യുമെന്ന് പറഞ്ഞു. യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 17-ാം വചനം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. യേശു വിളിച്ചു ആരെ? മറിയമ എന്ന് വിളിച്ചു. അവൾ തിരിഞ്ഞ എബ്രായ ഭാഷയിൽ റബ്ബുനി എന്ന് പറഞ്ഞു. റബ്ബുനി എന്ന് പറഞ്ഞാൽ ഗുരു, റബ്ബുനി നമ്മൾ ഫോളോ ചെയ്യുന്ന റബ്ബാനി വഴിയാണ്, നക്ഷബന്ദി റബ്ബാനി വഴി. അപ്പം അതിൽ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങളാണത്. ഞാൻ ഇതുവരെ പിതാവിൻ്റെ അടുക്കൽ കയറിപ്പോയിട്ടില്ല, എങ്കിലും നീ എൻ്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്നു എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവും എൻ്റെ ദൈവവും നിങ്ങളുടെ ദൈവമായവൻ്റെ അടുക്കലേക്ക് കയറിപ്പോകുന്നെന്ന് അവരോട് പറയുക. അപ്പം അതാണ് അതിൻ്റെ പൂർണ്ണമായ രൂപം. അപ്പം അതാണ് യോഹന്നാൻ സുവിശേഷത്തിലുള്ള പൂർണ്ണത. മിഷനറിമാർ ചില വിഷയങ്ങൾ ഇതിൽ തെറ്റിദ്ധരിപ്പിച്ച് അവർ സംശയവും അതേപോലെ തെറ്റിദ്ധാരണകളും പരത്തുന്നുണ്ട്. ക്രിസ്തു മനുഷ്യപുത്രനാകയാൽ ന്യായവിധി നടത്താൻ അവന് ദൈവം അധികാരം നൽകിയിരിക്കുന്നു. ഖുർആനിൽ 3-ാം അധ്യായം 26-ാം വചനത്തിൽ പറഞ്ഞതുപോലെ ഹദീസിലും അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ക്രിസ്തു ഇവിടെ വന്ന് ലോകം ഭരിക്കും, മനുഷ്യകുലത്തെ മുഴുവൻ വിധിന്യായപ്പെടുത്തും എന്ന് പറഞ്ഞിരിക്കുന്നു. മുസ്ലിങ്ങൾ ഇത് കോട്ട് ചെയ്യുന്നൊരു കാര്യമാണ്, വചനമാണിത് ഉദ്ധരിക്കുന്നത്. എനിക്ക് സ്വന്തം ഒന്നും കൈകാൻ പറ്റില്ല എന്ന് പറയുന്നത്. പിതാവ് മരിച്ചവനെ ഉണർത്തി ജീവിപ്പിക്കുന്നത് പോലെ പുത്രനും താൻ ഇച്ഛിക്കുന്നവരെ ജീവിപ്പിക്കുന്നു എന്നുള്ളത് ക്രിസ്ത്യാനികൾ അതിന് പകരമായിട്ട് ഉദ്ധരിക്കുന്ന വചനം. കാരണം ദൈവം അധികാരം നൽകിയത് കൊണ്ടാണ് ക്രിസ്തു ആ അധികാരത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ, അതായത് ദൈവത്തിൻ്റെ ആത്മാവായ സിഫത്തായിട്ടുള്ള സവിശേഷമായിട്ടുള്ള പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ മനുഷ്യനെ ഉണർത്തി മരണത്തിൽ നിന്നും പുനരുജ്ജീവിപ്പിക്കുന്നത് പിതാവ് നൽകിയിട്ടുള്ള ആ കഴിവിൽ നിന്നാണ്. അപ്പം അതൊക്കെയാണ് അവിടെയുള്ള വിഷയങ്ങളും. പിതാവിനേക്കാൾ വലിയവനല്ലയോ എന്നുള്ള കാര്യം നമ്മൾ സംസാരിച്ചു. അപ്പം 1 കൊറിന്ത്യൻ 15-ാം അധ്യായം അതിൽ നമ്മൾ മനസ്സിലാക്കാൻ പറ്റും ക്രിസ്തു എന്തല്ല ദൈവമല്ല ഉള്ളതിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഓരോരുത്തരും താൻ്റെ നിലയിലെത്തി. ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ള, പിന്നെ അവസാനം അന്ന് അവൻ എല്ലാ വാഴ്ചക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. അവൻ സകല ശത്രുക്കളെയും കാൽക്കീയാക്കുവോളം വാഴേണ്ടതാകുന്നു. ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം നീങ്ങിപ്പോകും. സകലത്തെയും അവൻ്റെ കാൽക്കീഴിലാക്കിയിരിക്കുന്നുണ്ടല്ലോ. സകലവും അവനു കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സകലത്തെയും കീയാക്കി കൊടുത്തവൻ ഒഴികെ അത്രയെന്ന് സ്പഷ്ടം. എന്നാൽ അവനു സകലവും കീഴ്പ്പെട്ടു വന്ന ശേഷം ദൈവം സകലത്തിനും സകലവുമാകേണ്ടതിന് പുത്രൻ താനും സകലവും തനക്ക് കീഴാക്കി കൊടുത്തവന് കീഴ്പ്പെട്ടിരിക്കും. അതായത് ക്രിസ്തുവും അവസാനം ദൈവത്തിന് കീഴ്പ്പെട്ടിരിക്കും എന്നാണ് ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഒന്നും ത്രിയേകത്വമോ അതുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളോ എവിടെയുമില്ല. കോർണീലിയസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ വിജാതീയനായിട്ടുള്ള ആൾ വിശ്വസിച്ച സൽമാർഗിയായപ്പം ദൈവം പത്രോസിന് വെളിപാട് നൽകി. അങ്ങനെ പത്രോസിന് സ്വപ്നദർശനത്തിൽ ധാരാളം ജീവികളെ വശിക്കുന്നതായിട്ടാണ് വെളിപാട് നൽകിയത്, അതായത് അശുദ്ധരായിട്ടുള്ള ജീവികളെ. പക്ഷേ മിഷനറിമാരത് ഉദ്ധരിക്കുന്നത് പന്നികളും ഇതരം അശുദ്ധ മാംസങ്ങളും കഴിക്കാൻ വേണ്ടി അവരും അത് തെറ്റായി ഉദ്ധരിക്കുന്നു. പക്ഷേ അതിൽ യഹൂദർ വരെ ബഹുമാനിക്കുന്ന ആളായി കോർണേലിയസ് മാറി എന്നുള്ളത് അപ്പോസ്തല പ്രവർത്തികൾ നമുക്ക് കാണാൻ പറ്റും. യഹൂദരൊരിക്കലും ത്രിയേകത്തിൽ ആരാധിക്കുന്നവരെയോ പന്നിമാസം ഭക്ഷിക്കുന്നവരെയോ അന്നും ബഹുമാനിക്കുന്നില്ല. അപ്പോൾ കോർണേലിയസ് ബഹുമാനിക്കപ്പെട്ടു. അദ്ദേഹം
സത്യവിശ്വാസിയായി. അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരും സത്യവിശ്വാസം സ്വീകരിച്ചു. അവർ യഹൂദരുടെ പോലെ, ക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാരെയും പോലെ സത്യവിശ്വാസത്തിലും അതേപോലെ അതിനനുഷ്ഠിതമായിട്ടുള്ള ജീവിതത്തിലേക്കും കടന്നു വന്നപ്പോൾ ദൈവം പത്രോസിനോട് ഇവരെ പോയി കാണാൻ പറയുകയാണ്. സ്വപ്ന ദർശനത്തിൽ കോർണേലിയസിനെ കൂട്ടരെയും കാണാൻ പറയുകയാണ്. പക്ഷേ മിഷനറിമാർ മനസ്സിലാക്കുന്നില്ല. അത് ആ വചനം തന്നെ, ആ സംഭവം തന്നെ അന്ന് ത്രിയേകത്വമോ അതല്ലെങ്കിൽ അശുദ്ധമായ മാംസങ്ങളോ ജീവികളെയോ ഭക്ഷിക്കുന്നതൊന്നും അന്ന് ഉണ്ടായിട്ടില്ല. യേശുവിൻ്റെ അനുയായികളുടെ കൂട്ടത്തിൽ അന്ന് ഇല്ല എന്നുള്ളതിന് സ്പഷ്ടമായ തെളിവാണ്. അപ്പം യോഹന്നാൻ 14 നമ്മൾ വായിച്ചു. കാരണം നമ്മൾ അതിൽ ഒരേ പേജിൽ നിന്ന് തന്നെ മൂവ് ചെയ്തു. ഇതും നമ്മൾ വായിച്ചു. 20-17 വചനം. അതിന് എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവും എന്നുള്ള ഈ വചനം നമ്മൾ വായിച്ചു. ഇതൊക്കെ നമ്മൾ ഓൾറെഡി വായിച്ചു കഴിഞ്ഞു. അപ്പോൾ എബ്രായർ 3-ാം അധ്യായം 1-ാം വചനം, അതിൽ പറയുന്നത് അപ്പോസ്തലനും പരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുമെന്ന്. അപ്പം യേശു അപ്പോസ്തലനും മഹാപുരോഹിതനുമാണ്. ആക്ട്സ് 4-ാം അധ്യായം നമുക്ക് വായിക്കേണ്ടതാണ്. എന്നുള്ളതിലേക്ക് പോകാം. എബ്രായർ 5-ാം അധ്യായം നമുക്ക് പ്രധാനപ്പെട്ട വചനമാണ്. നീ മൽക്കിദെസേക്കിൻ്റെ ക്രമപ്രകാരം എന്നേക്കും ഒരു പുരോഹിതനായി മാറി ക്രിസ്തു. അതായത് ജനങ്ങൾക്ക് ഷഫാത്ത് ചെയ്യുന്ന ആൾ. ഷഫാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ അടുക്കൽ മനുഷ്യർക്ക് വേണ്ടി ശുപാർശക്കാരനായി വർദ്ധിക്കുന്ന മഹാപുരോഹിതൻ. അതായത് വലിയായി മാറി, ജനങ്ങളുടെ വലിയ. ക്രിസ്തുവിൻ തൻ്റെ ഐഹികജയത്വം രക്ഷപ്പെടാൻ വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവം പ്രാർത്ഥന കേട്ടു എന്നൊക്കെയാണ് അതിൽ പറയുന്നത്. 5-ാം അധ്യായം 5-ാം വചനം കാണാം. എന്നാൽ അവണ്ണം ക്രിസ്തുവും മഹാപുരോഹിതനാകുവാനുള്ള മഹത്വം സ്വതവേ എടുത്തതല്ല. നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുമെന്ന് അവനോട് അരുളി ചെയ്തവൻ അവന് കൊടുത്തതാണ്. ആ ദൈവം ക്രിസ്തുവിനെ മഹാപുരോഹിതനും അപ്പോസ്തലനും ആക്കിയതാണ്. അത് സ്വയമേ ക്രിസ്തു എടുത്തതല്ല എന്നാണ് പറയുന്നത്. നീ എൻ്റെ പുത്രനാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാപുരോഹിതനാകുക, ദൈവത്തിൻ്റെ വചനവും ആത്മാവും സ്വീകരിച്ച ആളായി മാറുന്നതിനാണ് മഹാപുരോഹിതനായി മാറുക എന്നുള്ളത്. സങ്കീർത്തനങ്ങൾ 52-ാം അധ്യായം 6-7 വചനങ്ങൾ നമുക്ക് കാണാൻ പറ്റും. യോഹന്നാൻ്റെ സുവിശേഷം നമ്മൾ ഇത് വായിച്ചു കഴിഞ്ഞു. 10-ാം അധ്യായം 30-ാം വചനം, പിതാവും ഞാനും ഒന്നാകുന്നു എന്ന് പറയുന്നത്. അതിനുശേഷം നടക്കുന്ന കാര്യങ്ങളും അതിൽ ക്രിസ്തു തന്നെ പറയുന്നു, അവരോട്, യഹൂദരോട് പറയുന്നു, ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായിട്ടുള്ളവരെ ദൈവങ്ങൾ എന്ന് പറഞ്ഞെങ്കിൽ തിരുവചനത്തിന് നീക്കം വന്ന് കൂടായികയില്ലല്ലോ. സങ്കീർത്തനങ്ങൾ, ദാവൂദിൻ്റെ സാംസ് 82-ാം അധ്യായം 6-7 വചനം. അപ്പം പിതാവ് വിശുദ്ധീകരിച്ച് ഈ ലോകത്തേക്ക് അയച്ചവനാണ് ക്രിസ്തു എന്നാണ് ക്രിസ്തു തന്നെ പറയുന്നത്. 17-ാം അധ്യായം നമ്മൾ നേരത്തെ സംസാരിച്ചു. 3-ാം വചനം, ഏക സത്യദൈവമായ നിന്നെ അയച്ച യേശുവിനെയും അറിയുന്നതാണ് നിത്യദീവൻ. ക്രിസ്ത്യാനികൾ പറയുന്നത് ത്രിയേകനായ ദൈവമാണെന്നാണ് പറയുന്നത്. ഏക സത്യദൈവമായ പിതാവ് എന്നല്ല പറയുന്നത്. ത്രിയേകനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം എന്നാണ് പറയുന്നത്. പക്ഷേ ഏക സത്യദൈവമായ പിതാവ് മാത്രമാണ് ദൈവം. ആ പിതാവിൻ്റെ സിഫത്താണ്, അതായത് വിശിഷ്ടമായിട്ടുള്ള ദൈവത്തിൻ്റെ ഗുണങ്ങളാണ്, സഗുണങ്ങളാണ് വചനവും ആത്മാവും. അത് ദൈവത്തിൽ നിന്ന് പുറപ്പെട്ട് ഈ ലോകത്തേക്ക് വരുന്നതാണ്. ക്രിസ്തു തന്നെ പറഞ്ഞിട്ടുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം ഉദാഹരണത്തിന് 17 സുവിശേഷം 16-ാം അധ്യായം 14, 15, 16 പരിശുദ്ധാത്മാവ് പിതാവിൽ നിന്ന് പുറപ്പെടുന്നു എന്നാണ് പറഞ്ഞത്. 14, 26-ാം വചനം, പിതാവിൻ്റെ നാമത്തിൽ അയപ്പാനുള്ള എൻ്റെ പരിശുദ്ധ ആത്മാവ് എന്ന കാര്യസ്ഥൻ വരും എന്നാ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥൻ എന്ന് നിങ്ങളോട് ഇരിക്കണേ നിങ്ങൾക്ക് തരും എന്ന് പറഞ്ഞിട്ട് 15-ാം അധ്യായത്തിലും പറയുന്നുണ്ട് അതിനെക്കുറിച്ച്. പിതാവിൻ്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് അയപ്പാനുള്ള പിതാവിൻ്റെ അടുക്കൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് എന്നെക്കുറിച്ച് സാക്ഷ്യം പറയുമെന്ന് പറഞ്ഞു. 15-ാം അധ്യായം യോഹന്നാൻ 15:26. പിതാവിൻ്റെ അടുക്കൽ നിന്ന് പുറപ്പെടുന്നതാണ് എന്ത്? വചനവും ആത്മാവും. അത് പിതാവിൻ്റെ സത്യദൈവമായ ഏകദൈവമായ പിതാവിൻ്റെ
സിഫത്ത് വചനമാണ്. അപ്പം വചനം യേശുവിൽ അവതരിച്ചു, സത്യാത്മാവ് റൂഹുൽ ഖുദ്സ് അത് മുഹമ്മദ് നബിയിൽ അവതരിച്ചു എന്നാണ് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത്. 16-ാം അധ്യായം 7-ാം വചനം മുതൽ 9-ാം വചനം വരെ കാണാൻ പറ്റും. പരിശുദ്ധാത്മാവ് വന്ന് ന്യായത്തെക്കുറിച്ചും പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ഒക്കെ ലോകത്തിന് ബോധം വരുത്തും. പക്ഷേ ക്രിസ്തുവിന് ശേഷം പരിശുദ്ധാത്മാവ് ശിഷ്യന്മാരിലേക്ക് ആക്കപ്പെട്ടപ്പോൾ അത് ശിഷ്യന്മാർക്ക് മാത്രമേ ബോധ്യം വരുത്തിയിട്ടുള്ളൂ, പരിശുദ്ധാത്മാവ് വിശ്വാസികൾക്ക് മാത്രം. പക്ഷേ ഇവിടെ പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഈ ലോകത്തിന് മൊത്തം ബോധ്യം വരുത്തുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഈ അപ്പോസ്തലന്മാർക്ക് ലഭിച്ചിട്ടുള്ള പരിശുദ്ധാത്മാവ്, പെന്തക്കോസ്തിൽ ലഭിച്ച പരിശുദ്ധാത്മാവ്, അത് അവർക്ക് ബോധ്യം വരുത്തി കൊടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അതിനുശേഷം ഈ ലോകത്തെ ബോധ്യം വരുത്താൻ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതൊക്കെയാണ് വചനങ്ങൾ. അത് തന്നെയാണ് യെശയ്യ 42-ാം അധ്യായം പറഞ്ഞത്. എൻ്റെ ദാസൻ, എൻ്റെ ഉള്ളം പ്രസാദിക്കുന്ന എൻ്റെ വൃതൻ, ഞാൻ എൻ്റെ ആത്മാവിനെ അവൻ്റെ മേൽ വച്ചിരിക്കുന്നു, അവൻ ജാതികളോട് ന്യായം പ്രസ്താവിക്കും. അപ്പം വചനം, ആത്മാവ് ക്രിസ്തുവിൽ ഇറങ്ങി. അതുകൊണ്ടാണ് ക്രിസ്തുവിനെ കലിമത്തുള്ള, വചനം, റൂഹുള്ള എന്നൊക്കെ ഹദീസുകൾ പറഞ്ഞത്. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം നമുക്ക് വായിക്കാൻ പറ്റും. അതിൽ യേശു പറഞ്ഞു, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 18-ാം വചനം. അതുതന്നെയാണ് ഖുർആനിലൂടെ പറഞ്ഞിരിക്കുന്ന വചനം. ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത് ഇമ്രാൻ്റെ കുടുംബം എന്ന അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നതും അതേ കാര്യമാണ്. അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് ആധിപത്യം നൽകും. അപ്പം വചനവും ക്രിസ്തു തന്നെയാണ് വചനം എന്നാണ് ക്രിസ്ത്യാനികൾ പറയുന്നത്. അത് വചനം ദൈവമാണ്, അതുകൊണ്ട് ക്രിസ്തു ദൈവമാണ്. പക്ഷെ വചനം ക്രിസ്തുവിൽ ഇറങ്ങിയതാണ് എന്നാണ് നമുക്ക് കാണാൻ പറ്റുക. കാരണം ക്രിസ്തു പറഞ്ഞ ദൈവമേ ദൈവമേ എന്തിന് നീ എന്നെ ഉപേക്ഷിച്ചത് എന്തിനെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ആ ദൈവം എന്നുള്ള വിളിയിൽ വചനവും ആത്മാവും പിതാവും പെടും. കാരണം ഇവൻ വചനവും ക്രിസ്തുവിൽ നിന്ന് വേർപെട്ടു. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം അതിൽ നമുക്ക് കാണാൻ പറ്റും ഇവിടെ എഴുതിയിരിക്കുന്നത്. 46-ാം വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഏകദേശം 9-ാം മണി നേരത്ത് യേശു ഏലി ഏലി ലമ്മ ശബക്താനി എന്ന് ഉറക്കെ നിലവെച്ച്, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത്? അവിടെ യേശു ക്രിസ്തു വിളിച്ച് പ്രാർത്ഥിച്ചത് ഏകദൈവമായ പിതാവിനോടോ പിതാവിൽ നിന്നും പിതാവ് എന്നിലും ഞാൻ പിതാവിലുമാണെന്ന് ക്രിസ്തു പറഞ്ഞിട്ടുണ്ട് നേരത്തെ. അപ്പോൾ പിതാവും വചനവും ആത്മാവും, പിതാവിൻ്റെ തന്നെ ശ്രേഷ്ഠ ഗുണങ്ങളായുള്ള വചനവും ആത്മാവും യേശുവിൽ നിന്നും വേർപെട്ടപ്പോൾ പൂർണ്ണ മനുഷ്യനായ യേശു, പിതാവെ വൈ ഹാവ് യു ഫോർസേക്കഡ് മീ, എന്തിനെന്നെ കൈവിട്ടതെന്ന് പ്രാർത്ഥിച്ചു. അതുതന്നെ തെളിവാണ്. അതായത് മനുഷ്യപുത്രനായ ക്രിസ്തു വചനമല്ല, ആത്മാവല്ല. വചനവും ആത്മാവും പിതാവിൻ്റേതാണ്. പിതാവിൽ നിന്നും പുറപ്പെടുന്ന പിതാവിൻ്റെ സവിശേഷ ഗുണങ്ങളാണ്, ആട്രിബ്യൂട്ട്സാണ്. അതും ദൈവം ഉദ്ദേശിക്കുന്നവരിൽ ആ പിതാവിൻ്റെ വചനവും ആത്മാവും ഇറങ്ങും. അത് ആ മനുഷ്യരിൽ പ്രവർത്തിക്കും. ക്രിസ്തു തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്നിൽ വിശ്വസിക്കുന്നവർ എന്നേക്കാൾ വലിയ കാര്യങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. യേശു ദൈവമാണെങ്കിൽ ദൈവത്തിനേക്കാളും വലിയ കാര്യങ്ങൾ ചെയ്യാൻ മനുഷ്യനോ മറ്റു സൃഷ്ടികൾക്കോ കഴിയില്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പം യേശു ക്രിസ്തു ദൈവത്തിൻ്റെയും പിതാവായ ദൈവത്തിൻ്റെ വചനത്തിൻ്റെയും ആത്മാവിൻ്റെയും ഹോസ്റ്റ്, അത് ഉൾക്കൊണ്ട ആളാണ്, അത് അവതരിച്ച ആളാണ്. അതിൽ ക്രിസ്തുവിൽ അവതരിച്ചിട്ടുണ്ട്. അപ്പം ആ ഒരു വ്യത്യാസം അവിടെ കാണാൻ പറ്റും. അതുകൊണ്ടാണ് കൊറിന്ത്യർ എന്ന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്, അതായത് ക്രിസ്തു എല്ലാം ദൈവത്തിന് കൊടുത്തു ദൈവത്തിന് കീഴ്പ്പെടുമെന്ന്. അതായത് ഈ ലോകം എല്ലാത്തിനെയും ദൈവത്തിൻ്റെ കീഴ്പ്പെടുത്തി വന്നതിന് ശേഷം, ക്രിസ്തു ദൈവത്തിന് കീഴ്പ്പെടുത്തി കൊടുത്തതിന് ശേഷം, ക്രിസ്തുവും ദൈവത്തിന് കീഴാക്കി കൊടുത്തവന് കീഴ്പ്പെട്ടിരിക്കും. അതായത് ക്രിസ്തുവും ദൈവത്തിന് കീഴ്പ്പെട്ടിരിക്കും എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പം അതാണ് നമ്മൾ ഈ വിഷയങ്ങളിൽ നിന്നും ഉൾക്കൊള്ളേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ.
അപ്പം ആക്ട്സ് അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായം, അതിൽ ഈ ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവർ ദൈവത്തിനോട് ചോദിച്ചത് ഈ രൂപത്തിലാണ്: സൗഖ്യമാക്കുവാൻ നിന്റെ കൈ നീട്ടുന്നതിനാൽ നിന്റെ പരിശുദ്ധദാസനായ യേശുവിൻ്റെ നാമത്താൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുന്നതിനാലും നിന്റെ വചനം പൂർണ്ണ ധൈര്യത്തോടും കൂടെ പ്രസ്താവിപ്പാൻ നിന്റെ ദാസന്മാർക്ക് കൃപ നൽകണമേ. അതായത് പരിശുദ്ധദാസനായ യേശുവിൻ്റെ നാമത്തിൽ, അപ്പോസ്തലൻ മുഖ്യപുരോഹിതനുമായ യേശുവിൻ്റെ നാമത്താൽ, ദൈവദാസനായ യേശുവിൻ്റെ നാമത്തിലാണ് പിതാവിനോടാണ് പ്രാർത്ഥിച്ചത്. പക്ഷേ യേശു അവിടെ മധ്യസ്ഥനാണ്, മീഡിയേറ്ററാണ്. തിമോത്തിയോസ് അതിൽ പറഞ്ഞതുപോലെ യേശു മനുഷ്യർക്കും ദൈവത്തിനിടയിലുള്ള മധ്യവർത്തിയാണ്. അപ്പം അങ്ങനെയാണ് ഈ ക്രിസ്തുവിലൂടെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. ക്രിസ്തു അവിടെ ഇമാമാണ്, അതായത് ആധ്യാത്മികമായിട്ട് ജനങ്ങളുടെ പ്രതിനിധിയാണ് ദൈവത്തിൻ്റെ മുന്നിൽ. അപ്പം അത് നമ്മൾ മനസ്സിലാക്കണം. അവിടെ മനസ്സിലാക്കുന്ന സമയത്താണ് നമ്മളെ ബുദ്ധി ഉപയോഗിക്കുന്നത്. നമ്മുടെ ആധ്യാത്മികമായിട്ടുള്ള അറിവും ഹൃദയത്തിൻ്റെ നേത്രങ്ങളും ആധ്യാത്മികമായിട്ടുള്ള ഇൻസൈറ്റ് വീക്ഷണങ്ങളിൽ കൂടെ നമ്മൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. കാലക്രമേണ ക്രിസ്തുമതത്തിൽ എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ത്രിയേകത്വം, പിതാവ് ദൈവം, പിതാവും പുത്രൻ ദൈവം, പുത്രൻ പിതാവല്ല, പരിശുദ്ധാത്മാവ് ദൈവം, പരിശുദ്ധാത്മാവ് പിതാവും പുത്രനുമല്ല എന്നുള്ള രൂപത്തിലേക്ക് മാറിയത് പിന്നീട് വന്നിട്ടുള്ള മനുഷ്യരുടേതായിട്ടുള്ള അധ്യാപനങ്ങളുടെയും ഗവേഷണങ്ങളുടെയും നിഗമനങ്ങളുടെയും ഒക്കെ പരിണിത ഫലമായിട്ടാണ് ധാരാളം സഭകളും സഭാവിശ്വാസങ്ങളും രൂപം കൊണ്ടത്. അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ വചനങ്ങളുടെ ആകെ തുകയിലേക്ക് നോക്കണം. ക്രിസ്തു എന്താണ് പ്രതിനിധാനം ചെയ്തത്, എന്താണ് പറഞ്ഞത്, അപ്പോസ്തലന്മാർ ക്രിസ്തുവിനെക്കുറിച്ച് എന്താ പറഞ്ഞത് എന്നുള്ളത് നോക്കണം. പ്രത്യേകിച്ച് പൗലോസിൻ്റെ ഈ പുസ്തകം, അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളും കൊറിന്ത്യന്മാരുടെ ലേഖനങ്ങളും, പൗലോസ് ശ്ലീഹ അയച്ച കൊറിന്ത്യർക്കുള്ള ലേഖനങ്ങൾ, ഇത് വായിക്കുന്നും നമുക്ക് ഈ വിഷയങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. കാരണം യേശു തന്നെയാണ് ദൈവമെങ്കിൽ, ത്രിയേകത്വമാണ് യഥാർത്ഥ ദൈവമെങ്കിൽ പൗലോസ് ശ്ലീഹ ഇങ്ങനെ പറയാൻ പാടില്ല. അത് വളരെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇത് ത്രിയേകത്വത്തിനും ക്രിസ്തുവിൻ്റെ ദൈവികത്വത്തിനും എതിരാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തുല്യമായിട്ടുള്ള ദൈവികത്വമുള്ളതാണ്, എന്നേക്കുമായി നിലനിൽക്കുന്നതാണെന്നാണ് പറയുന്നത്. പക്ഷെ അതല്ല അതിൻ്റെ സത്യാവസ്ഥ. യെശയ്യാവിൻ്റെ പുസ്തകം, അതിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ കാര്യങ്ങൾ. യെശയ്യാ തന്നെ 42-ാം അധ്യായത്തിലും ധാരാളം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ് ആ വിഷയങ്ങൾ. എബ്രായർ, യോഹന്നാൻ, അതൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. ഈ ബൈബിൾ നാവിഗേറ്റ് ചെയ്യാൻ കുറച്ച് പാടാണ്. നമ്മളധികം ഇംഗ്ലീഷിലുള്ള ബൈബിളാണ് വായിക്കാറ്. ഇതിൽ യെശയ്യാ 11-ാം അധ്യായം 2-ാം വചനം നമുക്ക് കാണാൻ പറ്റും. അവൻ്റെ മേൽ യഹോവയുടെ ആത്മാവ് വസിക്കും, ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിൻ്റെയും ആത്മാവ്, പരിജ്ഞാനത്തിൻ്റെയും യഹോവ ഭക്തിയുടെയും ആത്മാവ് തന്നെ. അപ്പോൾ പരിശുദ്ധാത്മാവ് യഹോവ ഭക്തിയുടെ ആത്മാവാണ്. പരിശുദ്ധാത്മാവ് തന്നെ യഹോവയോട് ഭക്തിയുള്ള ആളാണെന്നാണ് പറയുന്നത്. അപ്പം ഇസ്ലാമിക ലോകത്ത് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നത് ഗബ്രിയേലാണ് പരിശുദ്ധാത്മാവെന്നാണ് പറയുന്നത്. അതിനകത്ത് മുസ്ലിങ്ങൾ ദേവാ ഗ്യാങ്സ് ഉണ്ട്, യക്കീർ നായിക്ക്, അഹമ്മദ് ദീദാത്തൊക്കെ പോലെ. അവർ പറയുന്നത് മുഹമ്മദ് നബിയാണ് പരിശുദ്ധാത്മാവെന്ന് പുതിയ നിയമം വായിച്ച് പറയും. അതേസമയത്ത് ഖുർആൻ വായിച്ച് ജിബ്രീലാണ് പരിശുദ്ധാത്മാവെന്ന് പറയും. അത് ഇസ്ലാമിക ലോകത്തുള്ളൊരു വികടമായിട്ടുള്ള വൈരുദ്ധ്യങ്ങളാണ്. കാരണം ക്രിസ്ത്യൻ സഭകളിലുള്ള വൈരുദ്ധ്യങ്ങൾ പോലെ തന്നെ ഇസ്ലാമിക ലോകത്ത് ഇങ്ങനെ കുറേ വൈരുദ്ധ്യങ്ങളും മണ്ടത്തരങ്ങളും പണ്ഡിത സഭകളെ എന്നുള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ സത്യം അറിയുക എന്നുള്ളത് ഏതെങ്കിലും ഒരു മതത്തിൻ്റെ വക്താവായി, അല്ലെങ്കിൽ ഏതെങ്കിലും മതസഭയുടെയോ പണ്ഡിത സഭയുടെ വക്താവായി ജീവിതം ഹോമിക്കുന്നതിനല്ല, സത്യം അറിയുക എന്നുള്ള അവസ്ഥയിലെത്തുക. അതിന് ആധ്യാത്മികമായ വഴി തിരഞ്ഞെടുക്കണം, സൂഫികളുടെ വഴി തിരഞ്ഞെടുക്കണം. അപ്പോൾ സത്യത്തിൻ്റെ വക്താവായി
യഥാർത്ഥ സ്വാതന്ത്ര്യം, ലിബറേഷൻ ഓഫ് സോൾ. മൗലാന ഷെയ്ഖ് പറഞ്ഞിട്ടുണ്ട്, ആത്മാവിൻ്റെ സ്വതന്ത്രത. അപ്പം അത് വരുത്താൻ ആധ്യാത്മികമായിട്ടുള്ള വഴിയിൽ പോകണം. അല്ലാതെ ഏതെങ്കിലും സഭകളുടെ ചട്ടുകങ്ങളായി ജീവിച്ച് ഈ ലോകത്ത് ജനിച്ച് മരിച്ചു പോകേണ്ട അവസ്ഥ വരും. ഇതിനർത്ഥം സഭകൾക്കോ മതസംഘടനകൾക്കോ പ്രസക്തി ഇല്ല എന്നർത്ഥമല്ല. അതൊക്കെ തുടക്കക്കാർക്ക് നല്ലതാണ്. തുടക്കക്കാർക്കും മധ്യമ അവസ്ഥയിലെത്തിയവർക്കൊക്കെ സാധാരണക്കാരനെ പറ്റി ഏതെങ്കിലും ഒരു മതത്തിൻ്റെയോ മദ്ഹബിൻ്റെയോ ഒരു പ്രസ്ഥാനത്തിൻ്റെയോ ഒക്കെ അടിസ്ഥാനത്തിൽ ജീവിതത്തിനൊരു ചിട്ടയും അടുക്കും ഒക്കെ ഉണ്ടാക്കി മുന്നോട്ട് പോകുന്നത് സാധാരണക്കാർക്ക് അനുയോജ്യമാണ്. പക്ഷെ അവരൊരിക്കലും അധ്യാത്മിക ജ്ഞാനത്തിൻ്റെ മുകളിൽ കുതിര കയറാനോ നെകളിപ്പ് കാണിക്കാനോ വരാൻ പാടില്ല. അത് പണ്ഡിതന്മാരായാലും ഇത്തരം സംഘടനകളുടെ നേതാക്കന്മാരായാലും സഭകളുടെയൊക്കെ പണ്ഡിതന്മാരും ഇമാമാരും ബിഷപ്പുമാരായാലും അവർ സംഘടനാ കാര്യം നോക്കി പോവുക. ആധ്യാത്മിക ജ്ഞാനികളുടെ മുകളിൽ കയറി നിരങ്ങാനോ കുതിര കയറാനോ നെകളിക്കാനോ നോക്കരുത്. അവിടെയാണ് അവർക്ക് അബദ്ധം പറ്റുന്നത്. ആ അബദ്ധം പറ്റിയത് കൊണ്ടാണ് ഇന്ന് മൗലാ കോഗ്നിഷൻ ഇവർക്കെതിരെ തിരിഞ്ഞിരിക്കുന്നത്, മതസംഘടനാ നേതാക്കൾക്കെതിരെ. പണ്ടോര ബോക്സ് ഓപ്പൺ ചെയ്യാന്ന് പറയുന്നത്, തുറക്കുന്നത് പടിഞ്ഞാറുള്ളൊരു പ്രയോഗമാണ്. മൗലാ കോഗ്നിഷനെതിരെ കുഴപ്പങ്ങൾ സൃഷ്ടിച്ച സൂഫി വിഭാഗങ്ങളും സുന്നി വിഭാഗങ്ങളുമാണ് മൗലാ കോഗ്നിഷൻ ഇന്ന് ഈ പ്രഭാഷണങ്ങൾ നടത്താനുള്ള പ്രധാന കാരണമായി ഭവിച്ചത്. അപ്പം ഇത് നമ്മൾ മനസ്സിലാക്കുക. ഈ എം അക്ബർ എന്നൊക്കെ പറയുന്ന ആളുകൾ പോയത്തരങ്ങൾ വിളിച്ചു പറയുന്ന ആളുകളാണ്. ഖുർആൻ വായിച്ചുകൊണ്ട് ജിബ്രീലാണ് പരിശുദ്ധാത്മാവെന്ന് പറയും, ബൈബിൾ വായിച്ചുകൊണ്ട് മുഹമ്മദ് നബിയാണ് പ്രവചിക്കപ്പെട്ട പരിശുദ്ധാത്മാവെന്ന് പറയുകയും ചെയ്യുന്നത്. അത് ഇരട്ടത്താപ്പും കാപട്യമാണ്. നിങ്ങളേതെങ്കിലും ഒന്നിൽ ഉറച്ചു നിൽക്കുക. മുഹമ്മദ് നബിയും ജിബ്രീലും അല്ല പരിശുദ്ധാത്മാവ്, അത് അള്ളാഹുവിൻ്റെ യഹോവയുടെ തന്നെ ആത്മാവാണെന്നാണ് ഗ്രന്ഥങ്ങളിലൊക്കെ പറഞ്ഞത്. യഹോവയുടെ ആത്മാവ് സൃഷ്ടിയാണെങ്കിൽ എങ്ങനെയാണ് അത് യഹോവയുടെ ആത്മാവാകുക? അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ആത്മാവ് റൂഹുൽ ഖുദ്സ് ആകുക? അതേപോലെ തന്നെ കലിമത്തുള്ള, അത് ഈ ക്രിസ്തുവിൽ അവതരിച്ചിട്ടുണ്ട് കലിമത്ത്. പക്ഷെ അതും ക്രിസ്തുവും രണ്ട് ഡിസ്റ്റിങ്റ്റീവ് പേഴ്സൺസാണ്. കലിമത്തുള്ള എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ദൈവത്തിൻ്റെ വചനമാണ്. അത് പിതാവായ ദൈവത്തിൻ്റെ തന്നെ ഭാഗമാണ്. പക്ഷെ ക്രിസ്തു പറഞ്ഞത് പിതാവ് എന്നേക്കാൾ വലിയവനാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പം മതസംഘടനകളൊക്കെ 50% സത്യം, 50% സത്യം, 50% അസത്യം, അല്ലെങ്കിൽ 50% അവ്യക്തത, 50% വ്യക്തമായ അറിവ്, 50% അവ്യക്തമായ മനുഷ്യ ചിന്താതികൾക്ക് അടിമപ്പെട്ട കാഴ്ചപ്പാട്. മാർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ പറയുന്നുണ്ട് അതേ കാര്യം തന്നെ. നിങ്ങൾ മനുഷ്യരുടെ അറിവുകളെ ദൈവത്തിൻ്റെ അറിവുകളായി നിങ്ങൾ പ്രചരിപ്പിക്കുന്നു. കപടഭക്തിക്കാരാണ് അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് ക്രിസ്തു. മനുഷ്യരുടെ സമ്പ്രദായം പ്രമാണങ്ങളും പിന്തുടരാൻ വേണ്ടി ദൈവകൽപ്പന തള്ളിക്കളയും. ദൈവകൽപ്പന എന്താണ്? ഏകസത്യമായ പിതാവിനെ ആരാധിക്കുക എന്നുള്ളതാണ് ദൈവകൽപ്പന. അതുതന്നെ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം, അതിൽ നമുക്കതേ വചനങ്ങൾ കാണാൻ പറ്റും. 4-ാം അധ്യായം 23-24 വചനങ്ങൾ നമുക്ക് കാണാൻ പറ്റും. നമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നായിക വരുന്നു. സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിൽ സത്യത്തിൽ നമസ്കരിക്കുന്ന നായിക ഇപ്പോൾ വന്നുമിരിക്കുന്നു. തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവരായിരിക്കണമെന്ന് പിതാവിനെയാണ് നമസ്കരിക്കേണ്ടത്. അതാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിൽ സത്യത്തിൽ നമസ്കരിക്കണം. പക്ഷേ ക്രിസ്തുവിനെ നമസ്കരിച്ചു എന്നുള്ള ധാരാളം വചനങ്ങൾ ഇവർ ദുർവ്യാഖ്യാനം ചെയ്തിറക്കുന്നുണ്ട്. കപ്പലിലുള്ളവർ ക്രിസ്തുവിനെ ആരാധിച്ചു, മലമുകളിൽ നിന്ന് 11 പേർ ക്രിസ്തുവിനെ വണങ്ങി. അതൊന്നും ദൈവിക ആരാധനയല്ല. കാരണം ക്രിസ്തു എവിടെയോ അവിടെ ഒന്നും ദൈവമാണെന്ന് പറഞ്ഞിട്ടില്ല. ക്രിസ്തുവിനെ കുറിച്ചുള്ള ദൈവമായിട്ടുള്ളത് തന്നെ ആശയങ്ങൾ തന്നെ വന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അപ്പോസ്തലന്മാരുടെ പ്രവർത്തികൾക്കൊക്കെ ശേഷമാണ്. കാരണം അപ്പോസ്തലന്മാരുടെ പ്രവർത്തികൾ യേശുവിനെ ദൈവത്തിൻ്റെ ദാസനായിട്ടാണ് പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് 27-ാം വചനം കാണാൻ പറ്റും. നീ അഭിഷേകം ചെയ്ത യേശു എന്ന നിന്റെ പരിശുദ്ധ ദാസന് വിരോധമായി ഹെരോദാവും പോന്തിയോസ് പൈലാത്തോസും ജാതികളും
ഇസ്രായേൽ ജനങ്ങൾ നഗരത്തിൽ ഒത്തുകൂടി എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് ഇവർ. 27 അധ്യായം 30 വചനം. സൗഖ്യമാക്കുക നിന്റെ കൈ നീട്ടുന്നതിനാൽ നിന്റെ പരിശുദ്ധദാസനായ യേശുവിൻ്റെ നാമത്താൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാക്കുന്നതിനാലും നിന്റെ വചനം പൂർണ്ണ ധൈര്യത്തോടും കൂടെ പ്രസ്താവിക്കാൻ നിന്റെ ദാസന്മാർക്ക് കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കണം. ആ പിതാവിനോടാണ് പ്രാർത്ഥിക്കുന്നത്. ക്രിസ്തുവിനെ മധ്യസ്ഥനാക്കി ദൈവത്തിൻ്റെ മനുഷ്യരുടെ ഇവിടെയുള്ള മധ്യസ്ഥൻ മുഖ്യ പുരോഹിതനായിട്ടാണ് ക്രിസ്തുവിനെ അവിടെ പ്രാർത്ഥന ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം ബൈബിൾ ദുർവ്യാഖ്യാനം ചെയ്യാണ്. 7 സ്ഥലങ്ങളിൽ ഏകദേശം ക്രിസ്തുവിനെ നമസ്കരിച്ചു എന്ന് പറയുന്നുണ്ട്. അതേപോലെയുള്ള നമസ്കാരം മോശെ അദ്ദേഹത്തിൻ്റെ ഭർത്തൃപിതാവായിട്ടുള്ള ജത്രോ എന്ന ആൾക്ക് നൽകിയിട്ടുണ്ട്. ഇസാവ് എന്നുള്ള തൻ്റെ മൂത്ത സഹോദരൻ്റെ മുന്നിൽ യാക്കോബ് 7 പ്രാവശ്യം നമസ്കരിച്ചു എന്ന് കാണാൻ പറ്റും. അതേപോലെ നമസ്കാരമാണ്. അതേപോലെ ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ പറ്റും. 4 അധ്യായം 26 വചനം അതിൽ കാണാൻ പറ്റും. രാജാവ് വന്ന് പറഞ്ഞു, നമസ്കരിച്ചു. നെബുക്കദ്നേസർ രാജാവ് നമസ്കരിച്ചു. ആര്? ദാനിയേൽ പ്രവാചകൻ. എന്നുള്ള വിഷയങ്ങളൊക്കെ നമുക്ക് ഈ അധ്യായത്തിൽ കാണാൻ പറ്റും. ദാനിയേൽ 2 അധ്യായം 46 വചനം നമുക്ക് നോക്കാം. അതെല്ലാം പറഞ്ഞിരിക്കണം. നെബുക്കദ്നേസർ രാജാവ് സാഷ്ടാംഗം വീണ് ദാനിയേലിനെ നമസ്കരിച്ചു. ഇതേപോലെ ക്രിസ്തുവിനെയും ശിഷ്യന്മാർ ക്രിസ്തു ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ബഹുമാനാർത്ഥം നമസ്കരിച്ചിട്ടുണ്ട്. മുഹമ്മദ് നബിയുടെ അടുക്കൽ വന്ന് യഹൂദർ വന്ന് നമസ്കരിക്കുകയും പാദങ്ങൾക്ക് ചുംബനം നൽകുകയും ചെയ്യുന്നത് നമുക്ക് ഹദീസ് കാണാൻ പറ്റുന്നുണ്ട്. മോശെ യത്രോ പ്രവാചകൻ്റെ മുന്നിൽ നമസ്കരിച്ചു. യത്രോ മഹാപുരോഹിതൻ്റെ മുന്നിൽ നമസ്കരിച്ചു. അദ്ദേഹത്തിൻ്റെ ഭർത്തൃമാതാവാണ്, ഭാര്യാപിതാവാണ് യത്രോ പ്രവാചകൻ. അദ്ദേഹത്തിൻ്റെ മുന്നിൽ നമസ്കരിച്ചു. അതേപോലെ ഇസാവ് എന്ന നമ്മുടെ യാക്കോബിൻ്റെ മൂത്ത സഹോദരനെ യാക്കോബ് 7 പ്രാവശ്യം നമസ്കരിച്ച് തിരിച്ചു വരുമ്പോൾ വീട്ടിലേക്ക് എന്നുള്ളതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അത്തരം നമസ്കാരമാണ് ക്രിസ്തു പിന്നെ അവർ ബഹുമാനം നൽകിയത്. ഇംഗ്ലണ്ടിലൊക്കെയുള്ള രാജാവിനെയോ അതേപോലെ രാജ്ഞിയെയോ ജനങ്ങൾ സാധാരണക്കാർ കാണാൻ വരുമ്പോൾ വണങ്ങുന്നു. അതേപോലെ റോമിൽ മാർപ്പാപ്പയെ വണങ്ങുന്നു. മാർപ്പാപ്പയുടെ അടുക്കൽ പോകുമ്പോൾ നമസ്കരിച്ച് വണങ്ങി കൈക്ക് മുത്തം നൽകുന്നു. അതേപോലെയുള്ള സംഭവങ്ങളാണിത്. അതുകൊണ്ടാണ് യേശുവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം യേശുവിൻ്റെ പ്രതിമകളോ അതല്ലെങ്കിൽ ചിത്രങ്ങളോ എവിടെയും വെച്ചുകൊണ്ട് എവിടെയും ആരെയും വണങ്ങിയിട്ടില്ല. അപ്പോസ്തല പ്രവർത്തികളിൽ നമുക്ക് കാണാൻ പറ്റും. ബർന്നബാസിൻ്റെയും അതേപോലെ പൗലോസിൻ്റെയും രൂപങ്ങളുണ്ടാക്കി വെച്ച് സൈപ്രസിലുള്ള ചില വിഭാഗങ്ങൾ അവരെ ആരാധിക്കാൻ ശ്രമിച്ചപ്പോൾ അവർ പുറത്തേക്ക് ഓടിച്ചെന്ന് അവരെ അതിൽ നിന്ന് തടയുകയും ആകാശലോകങ്ങളും സ്വർഗങ്ങളും അവരിലെല്ലാത്തിനെ സൃഷ്ടിച്ച ഏകദൈവത്തെ ആരാധിക്കണമെന്ന് പൗലോസും ബർന്നബാസും ജനങ്ങളെ ഉപദേശിക്കുകയും ചെയ്തു. പക്ഷേ എന്നിട്ടും പല ആളുകൾക്കും വിശ്വാസം വരാതായി ഇവർ പറഞ്ഞ കാര്യങ്ങൾ. കാരണം ഇവർ കാണിച്ച അത്ഭുത പ്രവർത്തികൾ കണ്ട് ഇവർ ദൈവങ്ങൾ ഇറങ്ങി വന്നാണ് പറഞ്ഞുകൊണ്ടാണ് ഇവരെ ആരാധിക്കാൻ പോയത് ഈ വിജാതീയരായിട്ടുള്ള വിശ്വാസികൾ. കാരണം അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു മാനസികാവസ്ഥയിലാണ് അവർ. അപ്പം യേശുവിനെയാണ് ആരാധിക്കേണ്ടതെങ്കിൽ, ദൈവമായിട്ട് ആരാധിക്കേണ്ടതെങ്കിൽ അന്ന് സൈപ്രസിൽ വെച്ച് ബർന്നബാസും പൗലോസ് ശ്ലീഹയും എന്ത് ചെയ്യണം?
അവർക്കൊരു യേശുവിൻ്റെ രൂപമോ ചിത്രമോ ഉണ്ടായിക്കൊടുത്തത് ഇതാണ് നിങ്ങളുടെ ദൈവം, യേശുവിനെ ആരാധിച്ചാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും പ്രശ്നങ്ങൾ അതിൽ ഒതുക്കാം. പക്ഷെ അവർ അതുപോലും ചെയ്തിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ ക്രിസ്ത്യാനികൾ കൂടുതൽ ചിന്തിക്കേണ്ടതാണ്. അപ്പോസ്തലന്മാരുടെ പ്രവർത്തികൾ 14-ാം അധ്യായത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. പൗലോസ് ചെയ്തത് പുരുഷാരം കണ്ടിട്ട് ദേവന്മാർ മനുഷ്യരൂപത്തിൽ നമ്മളടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നു. ലുക്കവ്യോന ഭാഷയിൽ നിലവിളിച്ചു പറഞ്ഞു. ഭർണ്ണബാസിന് ഇന്ദ്രൻ എന്ന് പൗലോസ് മുഖ്യ പ്രസംഗികനായാൽ അവന് ബുധൻ എന്നും പേർ വിളിച്ചു. പക്ഷെ അത് മലയാളത്തിൽ വരെ ചേർത്താണ്, ബുധൻ ഇന്ദ്രൻ എന്നൊക്കെ. ഹെർമീസ് എന്ന് പൗലോസിനെയും, സിയൂസ് എന്ന് സ്വർഗത്തിൻ്റെ അധിപൻ ഗ്രീക്ക് ദേവനായ സിയൂസ്, അപ്പം ഇന്ദ്രൻ എന്ന് മലയാളത്തിൽ അവർ ചേർത്തു. അപ്പം പട്ടണത്തിന് മുമ്പിലുള്ള, അതായത് പേരുകൾ വരെ വിവർത്തനം ചെയ്യുകയാണ് ബൈബിളിലുള്ള ആളുകൾ. ഏതെങ്കിലും നാട്ടിൽ ഇപ്പോൾ ആരെങ്കിലും പേര് വിവർത്തനം ചെയ്യും. ഒരാളുടെ പേര് ഭാസ്കരൻ എന്നാണെങ്കിൽ അയാൾ മറ്റൊരു നാട്ടിൽ പോയാൽ അയാളെ ഇംഗ്ലീഷിലെ ട്രാൻസ്ലേറ്റ് സൺ എന്ന് പറയുമോ, സൂര്യൻ എന്ന് വിളിക്കുമോ, അല്ലെ ചന്ദ്രൻ എന്ന് വിളിക്കും. ചന്ദ്രൻ എന്നുള്ള ഒരാൾ അമേരിക്കയിൽ പോയാൽ അമേരിക്കക്കാരെ അയാളുടെ പേര് ചന്ദ്രൻ എന്ന് തന്നെ വിളിക്കുക, അല്ലാതെ അത് ഇംഗ്ലീഷിലെ ട്രാൻസ്ലേറ്റ് ചെയ്ത് വിവർത്തനം ചെയ്തിട്ട് മൂൺ എന്ന് വിളിക്കില്ല. ഒരാൾക്ക് പാസ്പോർട്ടിൽ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടെങ്കിൽ അയാളുടെ പേര് മറ്റു ഭാഷയിലേക്ക് മാറുമ്പോൾ പേര് ഭാഷയിൽ വ്യത്യാസം വരാൻ പാടില്ല. ഇതേപോലെയുള്ള പ്രവർത്തനങ്ങളാണ് ഇവർ നടത്തിയിരിക്കുന്നത് ബൈബിളിലൊക്കെ. അപ്പം അപ്പോസ്തലന്മാരായ ബർണ്ണബാസും പൗലോസും ഇത് കേട്ടിട്ട് വസ്ത്രം കീറിക്കൊണ്ട് പുരുഷാരത്തിനിടയിലേക്ക് ഓടിച്ച നിലവിളിച്ചു പറഞ്ഞു, നിങ്ങൾ ഈ ചെയ്യുന്നത് എന്ത്? ഞങ്ങൾ സമസ്വഭാവമുള്ള മനുഷ്യരാണ്. നിങ്ങൾ ഈ വ്യർത്ഥ കാര്യങ്ങളെ വിട്ട് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കിയ ജീവനുള്ള ദൈവത്തിങ്കിലേക്ക് തിരിയണം എന്നുള്ള സുവിശേഷം ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു എന്ന് പറഞ്ഞു. കഴിഞ്ഞ കാലങ്ങളിൽ സകല ജാതികളെയും അവൻ സ്വന്തം വഴികളിൽ നടപ്പാൻ സമ്മതിച്ചു. ദൈവം വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും ഒക്കെ നന്മ ചെയ്യുകയും ആകാശത്ത് മഴയും ഫലപുഷ്ടിയുള്ള കാലങ്ങളും നിങ്ങൾക്ക് തരികയും ആഹാരവും സന്തോഷം നൽകി നിങ്ങളെ തൃപ്തരാക്കുകയും ചെയ്തു പോകുന്നതിനാൽ തന്നെക്കുറിച്ച് സാക്ഷ്യം തരാതിരുന്നിട്ടില്ല. ദൈവം അതൊക്കെ കൊടുത്തിട്ടുണ്ട്. മനുഷ്യർക്കെല്ലാവർക്കും ജാതിമത ഭേദമന്യ അനുഗ്രഹം നൽകിയിട്ടുണ്ടെന്നൊക്കെ അവർ പറയുകയാണ്. അപ്പോൾ അവരിങ്ങനെയൊക്കെ പറഞ്ഞിട്ടും പുരുഷാരത്തെ പ്രയാസത്തോടെ തടുത്തിട്ടും അവർ കൂടുതൽ ബുദ്ധിമുട്ടിക്കൊണ്ടാണ് ഇവരുടെ ഈ അന്ധവിശ്വാസത്തെ ഉന്മൂലനം ചെയ്യാൻ ശ്രമിച്ചത്. പക്ഷേ പിന്നീടുള്ള ക്രിസ്ത്യൻ സഭകൾ എന്ത് ചെയ്തു? ഈ വിജാതീയ വിശ്വാസങ്ങളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ചില ടാക്ടിക്കൽ മൂവുമാണ്, അതായത് തന്ത്രപരമായ നീക്കം കൊണ്ടാണ് അവർ ക്രിസ്തുവിൻ്റെയും അപ്പോസ്തലന്മാരുടെയും കന്യാമറിയത്തിൻ്റെയൊക്കെ ചിത്രങ്ങൾ ആരാധനാ സ്ഥലങ്ങളിൽ ചേർത്തത്. അതായത് അന്യദേവന്മാരെ ആരാധിക്കാതിരിക്കാനും ക്രിസ്തുവിനെയും അപ്പോസ്തലന്മാരുടെയും ഒക്കെ ചിത്രങ്ങൾ അത് ആരാധനാ സ്ഥലങ്ങളിൽ വെക്കുകയും ചെയ്തു പിന്നെ വന്നിട്ടുള്ള ചർച്ചുകാർ. പക്ഷെ കാലക്രമേണ ആ സഭകൾ ക്രിസ്തുവിനെ പിന്നെ ദൈവമാക്കി അവരോധിക്കുക ചെയ്തു. പിതാവിനോ പരിശുദ്ധാത്മാവിനോ എന്തില്ല, രൂപമില്ല. എങ്കിലും ആത്മാവിന് രൂപമില്ല എന്ന് ക്രിസ്തു പറഞ്ഞിട്ടുണ്ടെങ്കിലും പരിശുദ്ധാത്മാവിന് ഒരു പ്രാവിൻ്റെ രൂപത്തിൽ വന്നു എന്ന് പറയുന്നു. പിതാവിന് രൂപമില്ല. എന്നാലും ചില ചർച്ചുകളിൽ സഭകളിൽ നമുക്ക് പിതാവിനെ ഒരു വയോധികനായിട്ടുള്ളൊരു വ്യക്തിയായിട്ടും അതിൻ്റെ മുകളിൽ ഉയർന്നിരിക്കുന്ന പ്രാവ് എന്നുള്ള രൂപത്തിലും പിന്നെ ക്രിസ്തുവിനെ ഒരു യുവപുരുഷനായിക്കൊണ്ട് പുത്രനായിക്കൊണ്ട് അവതരിപ്പിക്കുന്ന ധാരാളം ചിത്രങ്ങൾ കത്തോലിക്ക സഭകളിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇത്തരം ചിത്രങ്ങൾ നമുക്ക് കാണാൻ പറ്റും കത്തോലിക്ക സഭകളിൽ ഉപയോഗിക്കുന്നത്. ഇത് തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇത്തരം ചിത്രങ്ങൾ, പിരമിഡുകൾ നിറഞ്ഞിട്ടുള്ള ചിത്രങ്ങൾ, ഇങ്ങനത്തെ ചിത്രങ്ങൾ, ഇത് പലതരം ഇത്തരം ചിത്രങ്ങളും ഫ്രീമേഷണറി ഗ്രാൻഡ് ലോഡ്ജുമൊക്കെ ആയിട്ട് വളരെ അടുത്ത് ബന്ധപ്പെട്ടിരിക്കുന്ന ചിത്രങ്ങളാണ്. ഈ ത്രികോണാകൃതിയിലുള്ള പ്രകാശം നിറഞ്ഞ ചിത്രം. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ ഇത് കടന്നു വന്നതാണ്. ഇസ്ലാമിൽ എന്ന പോലെ ക്രിസ്തു മതത്തിലും എന്നുണ്ടായിട്ടുണ്ട്. ഇല്യൂമിനാറ്റി, ഫ്രീമേസണറി, അവരുടെ അധിനിവേശം നടന്നിട്ടുണ്ട്. അവർ ഫ്രീമേസൺ സിംബോളിസം ക്രിസ്തു മതത്തിലേക്ക് കടന്നു വരികയാണ് കാലക്രമേണ. അപ്പം
കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങളാണ് ഇതൊക്കെ. ഇതൊന്നും ഇപ്പം ജനങ്ങളോട് പറഞ്ഞിട്ട് കാര്യമല്ല. സാധാരണക്കാർ ഒഴുക്കിനനുസരിച്ച് അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതാണ് ഇതിലെ വിഷയങ്ങൾ. ഫ്രീ മേസൺ സിംബോളിസം കാണാൻ പറ്റും. ഇന്നത്തെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, അമേരിക്കൻ ഐക്യനാടുകളുടെ കറൻസി, അതിൽ ഇൻ ദി ഗോഡ് വി ട്രസ്റ്റ്, ദൈവത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു എന്നുള്ള വചനം എഴുതിയിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ഈ ഈജിപ്ഷ്യൻ പിരമിഡുകളുടെ മുകളിലുള്ള ഒരു ഒറ്റക്കണ്ണൻ രൂപം കാണാൻ പറ്റും. അത് ആൻറ്റി ക്രൈസ്റ്റ് ദജ്ജാലിൻ്റെ രൂപമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഫറോവയുടെ നാട്ടുകാരായിട്ടുള്ള പാഗൻ അന്യദേവന്മാരെ ആരാധിക്കുന്ന ഈജിപ്തുകാരുടെ പിരമിഡും ക്രിസ്തുമതവും തമ്മിൽ എന്ത് ബന്ധം, ക്രിസ്ത്യാനികളും തമ്മിൽ എന്ത് ബന്ധം എന്നുള്ളതൊക്കെ നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കുക. ഇൻ ഗോഡ് വി ട്രസ്റ്റ് എന്നായിരിക്കുന്നത്. ആ ഒറ്റക്കണ്ണൻ ദൈവത്തെ ഹദീസിൽ പറഞ്ഞത് മുഹമ്മദ് നബി പരിചയപ്പെടുത്തിയിരിക്കുന്നത് ഇൻ ഗോഡ് വി ട്രസ്റ്റ്, ദൈവത്തെ ഞങ്ങൾ ട്രസ്റ്റ് ചെയ്യുന്നു എന്നുള്ള ഈ ഒറ്റക്കണ്ണൻ ദൈവത്തെ ആൻറ്റി ക്രൈസ്റ്റ്, മസീഹ് ദജ്ജാൽ, വ്യാജ മിശിഹയായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പം ഈ വ്യാജ മിശിഹയുടെ അനുയായികളുടെ ഇടപെടലുകൾ ക്രിസ്തു മതത്തിലും ഇസ്ലാം മതത്തിലും എല്ലാ മതങ്ങളിലും നടന്നിട്ടുണ്ട്. അങ്ങനെ വന്നതുകൊണ്ടാണ് ഈ സിംബോളിസം ഒരിതും എല്ലാ മതാച സംഘടനകളിലും കാണാൻ പറ്റുന്നത്. അപ്പം അതിൻ്റെ അധിനിവേശം ലോകത്തുണ്ട്. അതുകൊണ്ടാണ് ക്രിസ്തു തിരിച്ചു വരുമ്പോൾ യഥാർത്ഥ വിശ്വാസം ഈ ലോകത്ത് സ്ഥാപിക്കുമെന്ന് കൊറിന്ത്യരിലും പ്രവർത്തികളിലുമെല്ലാം വ്യക്തമായി അവിടെ എഴുതിയിരിക്കുന്നുണ്ട്. അപ്പം അതാണ് ഈ ലോകത്ത്, അത് തന്നെയാണ് ഇസ്ലാമും പഠിപ്പിക്കുന്നത്. അപ്പോസ്തലന്മാർ പഠിപ്പിച്ചിട്ടുള്ള അതേ കാര്യങ്ങൾ. അതേസമയത്ത് ഇസ്ലാമിലും ഈ അന്തിക്രിസ്തുവിൻ്റെ, വ്യാജ ക്രിസ്തുവിൻ്റെ അധിനിവേശം ഇസ്ലാമിക ലോകത്തും വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇസ്ലാമിക ലോകത്തും ധാരാളം വൈരുദ്ധ്യങ്ങൾ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് മൗല കോഗ്നിഷൻ ഈ പ്രഭാഷണം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതൊന്നും ഇന്നത്തെ തലമുറക്ക് പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല. കാരണം അവരൊക്കെ അവരുടേതായിട്ടുള്ള ജോലി, വരുമാനം, കുടുംബം, ജീവിതം എന്നൊക്കെ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണ്. മൗല കോഗ്നിഷൻ ആരോട് മതം മാറാൻ കൽപ്പിക്കുന്നത്. കാരണം ഇന്നും പ്രത്യേകിച്ച് അങ്ങനെ മതമൊന്നും നിലനിൽക്കുന്നില്ല. ഇന്ന് കുറേ മതസംഘടനകൾ ഇസ്ലാമിലും യഹൂദ മതത്തിലും ക്രിസ്തു മതത്തിലും കുറേ മതസംഘടനകൾ, ഞങ്ങളാണ് ഇതിൻ്റെ കുത്തക മുതലാളിമാർ, സത്യത്തിൻ്റെയും ന്യായത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും ആത്മാ ഞങ്ങളിലാണുള്ളതെന്ന് പറഞ്ഞ് ജനങ്ങളെ വ്യത്യസ്ത വഴികൾ കൊണ്ടുപോകണം. നിങ്ങൾ മതമല്ല മാറേണ്ടത്, നിങ്ങളുടെ വിശ്വാസവും മനസ്സുമാണ് മാറേണ്ടത്. അല്ലാതെ നിങ്ങളൊരു ഒരു മതലോകത്തു നിന്നും ഇസ്ലാമിലേക്ക് വന്നുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. കാരണം ഇസ്ലാമിക ലോകത്തുള്ള ഇത്തരം ഈ 100% സത്യമുള്ള ഒരവസ്ഥ ഇന്നില്ല. അതുകൊണ്ടാണ് മുസ്ലിങ്ങൾ ക്രിസ്തുവിനും ഇമാം മഹദിക്കും വേണ്ടി കാത്തു നിൽക്കുന്നത്, സത്യം കാണിച്ചു തന്നെയാണ്. അപ്പം നിങ്ങൾ സത്യം അന്വേഷിച്ച് സത്യം മനസ്സിലാക്കി നിങ്ങളുടെ കുടുംബവും സമുദായത്തിനനുസരിച്ച് സംഘർഷങ്ങളോ പ്രയാസങ്ങളോ ഒന്നും ഉണ്ടാക്കാതെ, ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കാതെ നിങ്ങൾ മുന്നോട്ട് പോകുക. സത്യമായ വിശ്വാസവും സത്യമായ അറിവും സത്യമായ പ്രവൃത്തികളും സൽപ്രവർത്തികളും സത്യജ്ഞാനവും സത്യവിശ്വാസവും നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക. സൽക്കർമ്മങ്ങൾ ചെയ്യുക, ബൈബിളിലൊക്കെ പറഞ്ഞ സത്യത്തിൽ വിശ്വസിക്കുക, സത്യം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുക. അല്ലാതെ നിങ്ങൾ കൺവെർട്ട് ചെയ്ത് ഏതെങ്കിലും ഒരു ഇസ്ലാമിക സംഘടനകളിൽ ചേരണമെന്നോ മറ്റേതെങ്കിലും സഭകളിലോ സംഘടന ചേരണമെന്നോ മൗല കോഗ്നിഷൻ എവിടെയും പറയില്ല. കാരണം മൗല കോഗ്നിഷൻ്റെ കണ്ണിൽ എല്ലാ വിഭാഗങ്ങളും പിയവ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒരു പിയവിൽ നിന്ന് മറ്റൊരു പിയവിലേക്ക് പോകുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അതേസമയത്ത് നിങ്ങൾ വ്യക്തിപരമായി നിങ്ങളുടെ പിയവുകൾ തിരുത്തി നിങ്ങൾ യഥാർത്ഥ വിശ്വാസത്തിലെയും സത്യത്തിലെയും കടന്നു വരിക, സത്യം അന്വേഷിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. നിങ്ങൾ സമൂഹത്തിൽ, നിങ്ങളുടെ സാമൂഹിക കാലഘട്ടത്തിൽ സമൂഹത്തിൽ, നിങ്ങളുടെ സമൂഹത്തിലും ജീവിക്കുക. പക്ഷെ സത്യവും ധർമ്മവും ജ്ഞാനവും ന്യായവും ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുക, അത്രേ നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ. എന്നാൽ മൗല കോഗ്നിഷൻ്റെയും നമ്മുടെ ആധ്യാത്മികമായിട്ടുള്ള ഒരു പിന്തുണ നിങ്ങൾക്കുണ്ടായിരിക്കും, ഈ ലോകത്തും പരലോകത്തും ഉണ്ടായിരിക്കും. അതിന് നിങ്ങളേതെങ്കിലും സംഘടനകളെ കൂട്ടച്ചേരുകയോ അല്ലെങ്കിൽ ഒരു പുതിയ സഭ ഉണ്ടാക്കി തുടങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. മൗല കോഗ്നിഷനെ, നക്ഷബന്ദി, റബ്ബാനിയെ ആർക്കെങ്കിലും പിന്തുടരാൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് നേരിട്ട് ബന്ധപ്പെടാവുന്നതുമാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത് നിങ്ങൾക്ക് വ്യക്തിപരമായ രഹസ്യ സ്വഭാവത്തോടെ നിങ്ങൾ
വ്യക്തിപരമായ ജീവിതത്തിൽ കൊണ്ടുപോയാൽ മതി. അല്ലാതെ നിങ്ങളാരെയും പരിവർത്തനം ചെയ്യാനോ ഏതെങ്കിലും ഒരു മതത്തിൽ നിന്ന് മറ്റു മതത്തിലേക്ക് മാറിയെന്ന് പറഞ്ഞുകൊണ്ട് സമൂഹത്തിൽ പ്രശ്നങ്ങളോ ലഹളകളോ സംഘർഷങ്ങളോ വൈറൽ ഉണ്ടാക്കാൻ പോകേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളുടെ ആത്മീയവും മാനസികവും ആധ്യാത്മികവുമായ പരിവർത്തനമാണ് നടക്കേണ്ടത്, അല്ലാതെ ഭൗതികമായിട്ടുള്ള പരിവർത്തനമല്ല. ഭൗതികമായ പരിവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ മതങ്ങളിലുമുള്ള പൊതുവായ ചില പ്രിൻസിപ്പിൾസ്, മൂല്യങ്ങളുണ്ട്. അത് എല്ലാ മതത്തിലും തുല്യമാണ്. ഏകദൈവത്തെ ആരാധിക്കുക, സൽക്കർമ്മങ്ങൾ ചെയ്യുക, തിന്മകളിൽ നിന്ന് ഒഴിവായി നിൽക്കുക, വെടിയുക എന്നൊക്കെയുള്ള വിഷയങ്ങൾ കോമൺ ആയിട്ടുള്ള ഫാക്റ്റാണ്. പ്രാർത്ഥനകളും ദൈവസ്മരണകളും അധികരിപ്പിക്കുക, ഇതൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അല്ലാതെ നിങ്ങളേതെങ്കിലും ഞാൻ മുസ്ലിം ആക്കിയ അല്ലെങ്കിൽ ഞാൻ ക്രിസ്ത്യാനി ആക്കിയെന്ന് പറഞ്ഞ് ഷോ ഓഫ് കാണിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആരോടാണ് ഈ ഷോ ഓഫ് കാണിക്കുന്നത്? നിങ്ങളെ സഭകളെപ്പോലെ തന്നെ പിഴച്ചുള്ള ഇതര സഭകളോടോ ആരിലും പൂർണ്ണമായിട്ടുള്ള സത്യമില്ല. പിഴവുകൾ എല്ലാ വിഭാഗങ്ങൾക്കും എല്ലാ മതങ്ങൾക്കും വന്നിട്ടുണ്ട്. അങ്ങനെ പിഴകൾ വന്നിട്ടില്ലെങ്കിൽ ആ വാദം തന്നെ തെറ്റാണുള്ളത് തെളിയിക്കുന്നതാണ് മൗലാ കോഗ്നിഷനോട് ചെയ്തത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇത് അവസാനിപ്പിക്കുകയാണ്. വസ്സലാമുൻ അൽ മുർസലീൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അറബിയിൽ പറഞ്ഞത് കേട്ട് നിങ്ങൾ ബേജാറാവണ്ട, അതായത് നിങ്ങൾ പേടിക്കേണ്ട. വസ്സലാമുൻ അൽ മുർസലീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ അപ്പോസ്തലന്മാർക്കെല്ലാം സമാധാനമുണ്ടാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് എന്നേക്കും സ്തുതിയുണ്ടായിരിക്കട്ടെ എന്നാണ് പറയുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് മൗലാ കോഗ്നിഷൻ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ആശംസകൾ നേരുന്നു, നന്മകൾ നേരുന്നു.